ഒരിക്കൽ നടന്ന കഥയാണ്. കുശൽപൂർ എന്ന ഗ്രാമത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ ദാമിനി തന്റെ മകൻ മഹേഷിന്റെ കൂടെ ജീവിച്ചിരുന്നു. മഹേഷ് കഠിനാധ്വാനിയായിരുന്നു, പക്ഷെ അതേസമയം അവൻ വളരെ വിഡ്ഢിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ നന്നായി പറ്റിക്കുമായിരുന്നു. ഇന്ന് മഹേഷ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ദാമിനി മഹേഷിനോട് എന്തു പറഞ്ഞെന്നോ? മോനെ മഹേഷ്, ഈ ആഴ്ച നിനക്ക് കൂലി കിട്ടിയോ? അമ്മേ, ഇന്ന് മുഴുവനായിട്ട് എനിക്ക് 100 രൂപ കിട്ടിയിട്ടുണ്ട്. എന്ത്, വെറും 100 രൂപയോ? അതെ അമ്മേ, കോൺട്രാക്ടർ എല്ലാ ജോലിക്കാർക്കും റോസ് കളറിൽ നോട്ട് തന്നിരുന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തിനടുത്ത് എനിക്ക് എന്താ വേറെ നോട്ട് തരുന്നു ചോദിച്ചു. അപ്പോഴദ്ദേഹം പറഞ്ഞു, ഈ 100 രൂപ നോട്ട് ഈ റോസ് കളർ നോട്ടിനെക്കാട്ടും അധികമാണെന്ന്. എന്റെ മണ്ടനായ മോനെ, ഇത് 100 രൂപയുടെ നോട്ടാണ്. റോസ് കളറിലുള്ള നോട്ടല്ലേ, അത് 2000 രൂപയുടേതാ. ആ റോസ് നോട്ടിന്റെ വില ഇതിനേക്കാൾ അധികമാണ്. അങ്ങനെയാണോ? മോനെ, അവര് നിന്നെ പറ്റിച്ചതാണ്. എനിക്ക് ബുദ്ധിയില്ലല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ഒന്നും മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് എല്ലാരും എന്നെ പറ്റിക്കുന്നത്. അങ്ങനെയല്ല മോനെ, നിനക്ക് ബുദ്ധിയില്ലാതൊന്നുമില്ല. നീ വലിയ നിഷ്കളങ്കനാണ്. ഇല്ല, നിങ്ങൾക്കൊന്നും അറിയില്ല. എല്ലാരും എന്നെ എങ്ങനെയാണ് പറയുന്നത്? ഇത്രയും പറഞ്ഞുകൊണ്ട് മഹേഷ് അവിടെ നിന്നും പോയി. ഇവിടെ നോക്ക് മോനെ, കേൾക്ക്, നീ എവിടെയാ പോകുന്നത്? ദാമിനി വിളിച്ചു പറഞ്ഞൊന്നും അവൻ കേട്ടതേയില്ല. ആ രാത്രി സമയത്ത് മഹേഷ് പതുക്കെ പതുക്കെ നടന്ന് ഒരു മരത്തിന് കീഴെ പോയി നിന്നു. അവൻ അവിടെ കണ്ടു, അവിടെ ഒരു റോബോട്ട് കിടക്കുന്നത്. ആ റോബോട്ടിന് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മഹേഷ് അതിന്റെ സമീപത്തേക്ക് പോയി. ചേടാ, ഇത്രയും വലിയ ബൊമ്മയോ? അതും ഇരുമ്പിലുണ്ടല്ലോ. ഇത് എടുത്തിട്ട് പോയിട്ട് അമ്മേനടുത്ത് കൊടുത്താൽ വളരെ സന്തോഷപ്പെടും. ഞാനൊരു റോബോട്ടാണ്, എനിക്ക് ഫ്യൂയൽ ആവശ്യമാണ്, എനിക്ക് വേഗം തന്നെ ഫ്യൂയൽ തന്നേക്ക്. ചേടാ, ഈ വലിയ ബൊമ്മ സംസാരിക്കുന്നുണ്ടല്ലോ. ഫ്യൂയലോ? അങ്ങനെ വെച്ചാൽ എന്താണ്? എന്തെങ്കിലും കഴിക്കുന്ന സാധനമാണോ? നീ വളരെ ബുദ്ധിശാലി തന്നെയാണ്. ഈ ഫ്യൂയൽ എനിക്ക് കഴിക്കുന്ന പോലെ സാധനം തന്നെയാണ്. അത് ഇല്ലാതെ എന്നെ കൊണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷേ ഫ്യൂയൽ എവിടെയാണ് കിട്ടുക? വെള്ളം, എനിക്ക് വെള്ളം തന്നേക്ക്, അതാണ് എനിക്ക് ഫ്യൂയൽ. ശരി റോബോട്ട് ചേട്ടാ, ഇപ്പൊ തന്നെ എടുത്തിട്ട് വന്നേക്കാം. മഹേഷ് ആ സ്ഥലത്തു നിന്നും പോയി. കുറച്ചു സമയത്തിന് ശേഷം ഒരു ചെറിയ പാത്രത്തിൽ വെള്ളവും എടുത്തു വന്നു. മഹേഷ് ആ വെള്ളം ഇപ്പോൾ റോബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു. കുറച്ചു സമയം കൊണ്ട് തന്നെ റോബോട്ട് എഴുന്നേറ്റ് നിന്നു. നിനക്ക് വളരെ നന്ദിയുണ്ട്. ഞാൻ എതിർകാലത്തിൽ നിന്ന് വരികയാണ്. എന്റെ ഫ്യൂയൽ തീർന്നത് കൊണ്ട് എന്നെ കൊണ്ട് നടക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് നീ ഫ്യൂയൽ തന്നത് കൊണ്ട് എനിക്ക് നടക്കാനും പറ്റും. മഹേഷ് പെട്ടെന്ന് കരയാൻ തുടങ്ങി. എന്താണ് കാര്യം? എന്തിനാ നീ കരയുന്നത്? റോബോട്ട് ചേട്ടാ, ഇപ്പോൾ നിങ്ങൾ എന്നെ ഒരു ബുദ്ധിശാലി എന്ന് പറഞ്ഞില്ലേ? ഇതുവരെ ആരും എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എല്ലാരും എന്നെ ബുദ്ധിയില്ലാത്തവനാ പറയുന്നത്. എന്നെ കൊണ്ട് നിന്നെ ഒരു ബുദ്ധിശാലിയായിട്ട് മാറ്റാൻ പറ്റും. സത്യമാണോ? അതെങ്ങനെയാണ്? റോബോട്ട് ഒരു ക്യാപ്സ്യൂൾ മഹേഷിന്റെ കയ്യിൽ കൊടുത്ത് എന്ത് പറഞ്ഞെന്നു? ഈ ഗുളിക കഴിച്ചിട്ട് നീ വെള്ളം കുടിച്ചേക്കേ. ഞാനുള്ള എൻ്റെ എതിർകാലത്തിൽ എല്ലാവരും ഈ ഗുളികയാണ് കഴിക്കുന്നത്. നീ ഈ ക്യാപ്സ്യൂൾ കഴിച്ചാൽ നീയും വളരെ ഒരു ബുദ്ധിശാലിയായിട്ട് മാറും. പിന്നെ നീ നന്നായിട്ട് നടക്കുന്ന ഒരു AI റോബോട്ടായിട്ട് മാറിക്കോളും. സത്യമാണോ? നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഒരു കുഴപ്പവും ഇല്ല. ഇപ്പോൾ ഞാൻ പുറപ്പെടുകയാണ്. ഞാൻ എതിർകാലത്തിലേക്ക് പോകുന്നത് വളരെ ആവശ്യം തന്നെയാണ്. റോബോട്ട് അവിടെ നിന്നും അപ്രത്യക്ഷനായി. മഹേഷ് തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. പിറ്റേ ദിവസം മഹേഷ് തന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ ഞാൻ എൻ്റെ ഈ കൂലി ജോലി വിട്ടിട്ട് ഞാൻ ഒരു കൃഷി തുടങ്ങിയാലോ? കാരണം അച്ഛൻ എനിക്ക് വേണ്ടി കുറെ സ്ഥലം വിട്ടിട്ട് പോയിട്ടുണ്ടല്ലോ. മോനെ, നീ എന്താ എന്തൊക്കെയോ പോലെ സംസാരിക്കുന്നത്? അല്ല, നിന്റെ ശബ്ദത്തിന് എന്തു പറ്റി? പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. അമ്മേനടുത്ത് ഒന്നും മറക്കാനേ പറ്റില്ല. മഹേഷ് തന്റെ അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അങ്ങനെയാണോ? അപ്പൊ ഇതാണോ കാര്യം? പക്ഷേ മോനെ, ഇപ്പോ നിന്റെ ബുദ്ധി അധികരിച്ചു. ഈ അവസരം നീ നന്നായി ഉപയോഗിക്കണം, മനസ്സിലായോ? പിന്നെ മോനെ, ആ സ്ഥലം എന്താ തരിശായി കിടക്കുന്നതെന്നോ? നിനക്ക് കൃഷി ചെയ്യാൻ അറിയില്ല മോനെ. അതറിഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പോ വലിയൊരു ജമീന്ദാറായി മാറിയേനെ. അമ്മ പറഞ്ഞത് വളരെ ശരിയാ. ഇപ്പോഴെനിക്ക് എല്ലാം നോക്കാൻ പറ്റും. അതുമാത്രമല്ലാതെ ഈ കോൺട്രാക്ടർ കുറഞ്ഞ വിലയിലല്ലേ എല്ലാവർക്കും കാശ് കൊടുക്കുന്നത്. അതേ ഞാൻ ജനങ്ങൾക്ക് കുറെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാരും എന്റെ അടുത്തുനിന്ന് ജോലി ചെയ്യല്ലോ. എന്റെ മോനെ, നീ ഇപ്പൊ ഒരുപാട് ബുദ്ധിശാലിയായി മാറി.
ഇപ്പൊ ഞാൻ പുറപ്പെടുകയാണമ്മേ. ഇപ്പൊ ഞാൻ ചില പേരെടുത്ത് സംസാരിച്ചിട്ട് അവരെന്റെ കൂടെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നേക്കാം. ശരി മോനെ, ഭഗവാൻ നിന്നെ എല്ലാ തരത്തിലും അനുഗ്രഹിക്കട്ടെ. മഹേഷ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്നിട്ടവൻ ഒരു പഞ്ചായത്ത് വിളിച്ചു. അതേ മരത്തിന് കീഴിൽ അതിൽ ഭോലു, സൂപ്പർവൈസർ, ഗ്രാമത്തലവൻ, മല്ലു ഭയൽവാൻ, പിന്നെ ഗ്രാമവാസികളും ഉണ്ടായിരുന്നു. എന്താണ് കാര്യം മഹേഷ്? എന്തിനാണ് നീ ഇന്ന് പഞ്ചായത്ത് കൂട്ടിക്കൊണ്ടുവന്ന്? എന്തെങ്കിലും നീ വിദ്യ കാണിക്കാൻ പോവുകയാണോ? അപ്പൊ നിനക്കെന്താ തോന്നുന്നത്? നമ്മുടെ മഹേഷ് നിന്റെ അടുത്ത് എന്താ കണക്കൊക്കെ ചോദിക്കാൻ പോവുകയാണോ? മഹേഷ്, ഇതെല്ലാത്തെയും വിട്ടേക്ക്. ശരി വാ, ഞാൻ നിനക്ക് 100 രൂപ വലിയ നോട്ടങ്ങ് തന്നേക്കാം. ഇല്ല കോൺട്രാക്ടറെ, നിങ്ങള് ചെറിയ 100 രൂപ നോട്ടും വലിയ 2000 രൂപ നോട്ടും അത് നിങ്ങൾ തന്നെ വെച്ചോളൂ. ഞാൻ നിങ്ങളെ എല്ലാവരും വിളിച്ചത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ, കോൺട്രാക്ടർ നിങ്ങൾ എല്ലാവരുടെ അടുത്തും കുറഞ്ഞ കാശ് കൊടുത്തിട്ടാണ് ജോലി വാങ്ങിക്കുന്നത്. എടാ മഹേഷ്, ഞാനായാലും 100 രൂപയെ കൊടുക്കുള്ളൂ. എന്ത് ചെയ്യാനാ? ഗോലു, ആ കോൺട്രാക്ടർ കുറഞ്ഞ കാശ് കൊടുക്കുമ്പോൾ നീ എന്റെ ഷാർപ്പായിട്ട് എപ്പോഴെങ്കിലും തല്ലിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് പിന്നെ എടാ ഗോലു, ഈ മഹേഷ് ഇപ്പോൾ ഭയങ്കര ബുദ്ധിശാലി പോലെയാണ് സംസാരിക്കുന്നത്. അതൊക്കെ വിട്ടേക്ക്. ഞാനൊന്നും അത്ര വലിയ പണക്കാരനൊന്നും അല്ല. ആഴ്ചയ്ക്ക് 2000 രൂപ ഞാൻ തരും, അത് മാത്രമേ നിങ്ങൾ കിട്ടുള്ളൂ. നിങ്ങൾ തന്നെ കണ്ടതല്ലേ, ഇദ്ദേഹം പണം നമുക്ക് കൂട്ടി തരില്ല, പിന്നെ നിങ്ങളടുത്ത് 2 മടങ്ങ് കാശ് വാങ്ങുന്നു. ശരി, ഇപ്പം നമ്മൾ എന്ത് ചെയ്യാനാ? എൻ്റെ അടുത്ത് ഒരു ആലോചന ഉണ്ട്. ഇപ്പോൾ നിങ്ങളടുത്ത് കാശ് കൊടുക്കാൻ എൻ്റെ അടുത്ത് പണവും ഇല്ല, പക്ഷേ എൻ്റെ അടുത്ത് കുറേ സ്ഥലവും ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ വന്നിട്ട് എൻ്റെ വയലിൽ ജോലി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കാശ് തരുന്ന പകരം 1 വർഷം ഞാൻ റേഷൻ അങ്ങ് തന്നേക്കും, ഫ്രീ ആയിട്ട്. അതുമാത്രമല്ലാതെ ആ വിളച്ചിലൊക്കെ വിൽക്കുമ്പോൾ അതിൽ കിട്ടുന്ന ലാഭം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പങ്കും തന്നേക്കും. ഇത് നീ വളരെ നല്ല കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞ കാര്യം മാറ്റി പറയില്ലല്ലോ? തീർച്ചയായിട്ടും ഇല്ല. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തരും. ഇത് എൻ്റെ വാക്കാണ്. നീ ഇപ്പോഴെന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഈ ജനങ്ങളൊക്കെ നീ മണ്ടന്മാരാക്കിയിട്ട് നീ നിന്റെ പണി നോക്കാൻ നോക്കുകയാണോ? തീർച്ചയായിട്ടും ഇല്ല. ഇവർ ചെയ്യുന്ന ജോലിക്ക് ഇവർക്കുള്ള ഫലം കിട്ടാനാണ് ഞാൻ നോക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഈ പറ്റിക്കുന്ന ജോലി ഇവിടെ ഉള്ളവരെല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ളവരാരും നിങ്ങൾക്ക് സഹായിക്കാൻ പോകുന്നില്ല. മഹേഷും മറ്റുള്ളവരും ആ സ്ഥലത്ത് നിന്നും പോയി. സൂപ്പർവൈസർ ആണെങ്കിലോ കോപം കൊണ്ട് പല്ല് ഞെരിച്ചു നിന്നു. ആളുകൾ മഹേഷിന്റെ വയലിൽ ജോലി ചെയ്യാൻ തുടങ്ങി. മഹേഷ് ആണെങ്കിലോ പല പല കാര്യങ്ങളും ചെയ്ത് കൃഷി വളരെ വലിയ വ്യവസായമാക്കി മാറ്റി. എല്ലാ വിളകളും നല്ല നിലയിൽ വന്നു. ഒരുപാട് മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം സൂപ്പർവൈസർ ഗ്രാമത്തലവന്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഈ മഹേഷ് എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. മുഴുവനായിട്ട് 3 മാസം ആയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ ഇപ്പോൾ എന്റെ മുമ്പിൽ വന്നിട്ട് ഇപ്പോഴാരും ജോലി ചെയ്യുന്നേ ഇല്ല. എന്തിനാണ് നിങ്ങളിപ്പോൾ ഇത്ര വിഷമിക്കുന്നത്? നിങ്ങളുടെ വഴിയിൽ വരുന്നവരെ നിങ്ങൾ തള്ളിയിട്ടേക്കേ. നിനക്കറിയില്ല, ഗ്രാമത്തിൽ ജനങ്ങളെല്ലാവരും അവനെക്കാട്ടും ബുദ്ധിശാലി വേറെ ആരും ഇല്ലെന്നാ പറയുന്നത്. അവന്റെ കച്ചവടം വളരെ എളുപ്പമായിട്ട് അവനാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഇപ്പോഴും അവന്റെ പുറകിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിശാലിയും ഒരു മണ്ടനും കുറെ വ്യത്യാസമുണ്ട് കോൺട്രാക്ടറെ. അവരെ കൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ പറ്റാൻ പോകുന്നില്ല. ഒരു പക്ഷേ എന്തെങ്കിലും പ്രശ്നത്തിൽ നമ്മളങ്ങ് കുടുങ്ങിപ്പോയാലോ? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മുതലാളി. ഞാൻ നാളെ തന്നെ അവനെ വിളിച്ചേക്കാം. എന്റെ ബുദ്ധിയിൽ എനിക്കൊരു ആലോചന വന്നിട്ടുണ്ട്. അവന്റെ ബുദ്ധിനെ അവനെതിരായിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. മഹേഷിന് അവരുടെ പ്ലാനൊന്നും മനസ്സിലായില്ല. പിറ്റേ ദിവസം രാവിലെ മഹേഷ് തന്റെ വീട്ടിൽ അമ്മയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അമ്മേ, ഇന്ന് മുതലാളി അവരുടെ വീട്ടിലുള്ള ലോക്കർ തുറക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് കോൺട്രാക്ടറും ഞാൻ പോയി കണ്ടേക്കും അമ്മേ. അദ്ദേഹത്തിന്റെ ചാവി കാണാതെ പോയി എന്നാണ് പറയുന്നത്. പിന്നെ എന്നെ തവിർത്ത് വേറെ ആർക്കും തുറക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. ഓ, അപ്പോൾ അവർ ഇങ്ങനെയാണോ പറഞ്ഞത്? ഇത് നോക്കുമോനെ, നീ വളരെയധികം ബുദ്ധിശാലിയായിരിക്കുന്നു. പക്ഷെ മറ്റുള്ളവർ എന്താണ് പ്ലാൻ ചെയ്തതെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്. നീ പോകുമ്പോ മറ്റ് ഗ്രാമവാസികളോട് ഈ കാര്യം പറ. നീ എന്ത് കാര്യത്തിനാണ് അവിടേക്ക് പോകുന്നതെന്ന്. ശരിയമ്മേ. മഹേഷ് തന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് പോകുന്ന വഴിയിൽ ചിലരോടായി പറഞ്ഞു. എന്നിട്ട് ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോയി. ഗ്രാമത്തലവനും സൂപ്പർവൈസറും ബ്യൂറോയുടെ സമീപത്ത് അവനായി കാത്തിരുന്നു. വാ മോനെ വാ. പറയൂ മുതലാളി, ഞാൻ ഈ ലോക്കറാണോ തുറക്കേണ്ടത്? അതെ മോനെ, നീ തുറന്നല്ലേ പറ്റുള്ളൂ. ഓ, ഇവന്റെ ബുദ്ധിനെ പറ്റി കുറെ ഗ്രാമ ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവൻ എല്ലാത്തെയാന്ന് തുറന്നേക്കും. ശരി, വേഗം വന്നേക്ക്.
ഇവന് വേണ്ടി ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ നമ്മൾ തയ്യാറാക്കിയേക്കാം. ശരി, ഓക്കെ മഹേഷ്, നീ അത് ഈ ലോക്കർ ഓപ്പൺ ചെയ്. ഞങ്ങളിപ്പോൾ വന്നേക്കാം. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്തേക്കാം. ഗ്രാമത്തലവനും സൂപ്പർവൈസറും അവനെ അവിടെ ഇട്ട് പുറത്തേക്ക് പോയി. മഹേഷ് ആ ബ്യൂറോ തുറക്കാനായി ശ്രമിച്ചു. കുറച്ചു സമയം കൊണ്ട് തന്നെ ബ്യൂറോ തുറന്നു. അതിൽ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളും പണവും എല്ലാം ഉണ്ടായിരുന്നു. വാവ്, ഈ ജോലി വളരെ എളുപ്പമായിട്ടുണ്ടല്ലോ. എന്നാൽ ബുദ്ധി വളരെ എളുപ്പമായിട്ട് തന്നെ ജോലി ചെയ്യുന്നു. അപ്പോഴാണ് സൂപ്പർവൈസറും ഗ്രാമത്തലവനും ചില ഗ്രാമവാസികളെ കൂട്ടി അങ്ങോട്ടേക്ക് വന്നത്. അവരോടൊപ്പം ദാമിനിയും അവിടേക്ക് എത്തിച്ചേർന്നു. എല്ലാരും കണ്ടോളൂ, എല്ലാരും ഒന്ന് വളരെ ശ്രദ്ധയോടെ നോക്കൂ. ഈ മഹേഷ് എന്റെ വീട്ടിൽ വന്നിട്ട് കക്കാൻ നോക്കിയാണ്. എന്റെ വീട്ടിൽ ആരോ വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ബുദ്ധിശാലി, പക്ഷേ അവൻ ഇങ്ങനത്തെ ഒരു കക്കുന്ന ജോലിയാണ് നോക്കുന്നത്. മഹേഷ് ഇപ്പോൾ കക്കുന്നുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, തീർച്ചയായും അങ്ങനെയാണ്. ഇത് സത്യമാണോ കോൺട്രാക്ടറെ? അതെ, ഇതെല്ലാം സത്യം തന്നെയാണ്. പെട്ടെന്ന് ദാമിനിയും മഹേഷും മല്ലുവും ഭോലുവും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. നിങ്ങൾ എല്ലാരും എന്തിനാണ് ചിരിക്കുന്നത്? ഞാൻ എന്തിനാ ചിരിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഇത്ര ബുദ്ധി ഉണ്ടായിട്ടും എന്റെ അമ്മേനെ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്താ പറയുന്നത്? ഞാൻ എന്താ പറഞ്ഞ വെച്ചാൽ, എന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ ഗ്രാമത്തിലെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് പോണെന്നാ പറഞ്ഞത്. അതായത് ഞാൻ പോയിട്ട് ലോക്കർ ഓപ്പൺ ചെയ്യാൻ പോവാന്ന്. അപ്പോഴവർക്ക് അറിയാം എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതെന്ന്. എല്ലാം അറിയാം. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ കൊടുക്കാൻ നോക്കുകയാണോ? നിങ്ങൾ രണ്ടുപേരും ഈ ഗ്രാമത്തിൽ നിൽക്കാനുള്ള തകുതിയേ ഇല്ല. അതെ അതെ, ഇവൻ ചെയ്യുന്നത് വളരെ ഓവർ തന്നെയാണ്. ഇനി മുതൽ എന്റെ കോൺട്രാക്ടറും എന്റെ തലവരും വേറെ ആൾക്കാരാണ്. എണീച്ച് കോൺട്രാക്ടറെ, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് മുമ്പ് തന്നെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിക്കോ. ഗ്രാമത്തലവനും സൂപ്പർവൈസറും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാവരും ഈ കാര്യങ്ങൾ ആലോചിച്ച് ചിരിച്ചു. അതായത് ഇത്രയും ബുദ്ധിശാലിയായ ഒരാളെ ഇന്നും അവന്റെ അമ്മ മറ്റുള്ളവരിൽ നിന്നും രക്ഷിച്ചത്.